വളർന്നു വരുന്ന കുരുന്ന് കൗമാരങ്ങളെ അവർക്ക് അവരുടെ വളർച്ചയിൽ ഉയർച്ചയിൽ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മുടെ ഈസ്റ്റ് ഗ്രാം സ്പോർട്സ് അക്കാദമി ഇതുപോലെ വൈവിധ്യമാർന്ന ഒരു മാച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ അക്കാദമിയുടെ കീഴിൽ നിരവധിയായ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയുള്ള പരിശീലനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളാണ്. നമ്മുടെ കുട്ടികൾ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളാണ്. അവരുടെ കഴിവുകൾ കണ്ടെത്തി, കലാപരമായ കായികപരമായ കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് അവരോട് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് ഈ സ്പോർട്സ് അക്കാദമി ഏറ്റെടുത്തിരിക്കുന്നത്. മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ പ്രത്യേകത കാൽപന്തിനോടുള്ള പ്രണയമാണ്. കളി മൈതാനങ്ങളിൽ ഫുട്ബോൾ കൊണ്ട് കാൽപന്ത് കൊണ്ട് കവിത രചിക്കുന്ന നല്ല പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളുള്ള ചെറുപ്പക്കാരുള്ള മണ്ണാണ് ഈ പ്രദേശം. അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്ക് കൃത്യമായ പരിശീലനം നൽകി ശാസ്ത്രീയമായ പരിശീലനത്തിലൂടെ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ മനോഹരമായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെയൊക്കെ മയക്കുമരുന്നും ലഹരിയുമൊക്കെ റാഞ്ചി വലിക്കാൻ ശ്രമിക്കുന്ന ഒരു കരുത്ത കാലത്ത് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ലഹരി അത് ഫുട്ബോളായി, അതിനോടുള്ള പ്രണയമായി, അവരെ അതിനോടുള്ള താല്പര്യം വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സ്പോർട്സ് അക്കാദമിയെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വൈവിധ്യമാർന്ന പരിപാടികൾ ഏറ്റെടുക്കാൻ ഈ അക്കാദമി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ആശംസിച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാടിൻ്റെ നല്ല ചെറുപ്പക്കാരായിട്ടുള്ള കൂട്ടായ്മയെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കാൽപന്ത് കളിയിൽ മാറ്റുമറിക്കുന്ന നമ്മുടെ കുരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ വിധത്തിലുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.